ഇന്ത്യയുടെ സ്വന്തം ഗതിനിർണയ സംവിധാനമായ നാവിക് ശൃംഖലയിൽ ഒരു ഉപഗ്രഹം കൂടി പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. ഈ സംവിധാനത്തിലെ 4 പ്രധാന ഉപഗ്രഹങ്ങളിൽ IRNSS F1 എന്ന ഉപഗ്രഹമാണ് ഇപ്പോൾ നിശ്ചലമായത്. ഉപഗ്രഹത്തിനുള്ളിലെ റുബീഡിയം അറ്റോമിക് ക്ലോക്കുകൾ തകരാറിലായതാണ് പ്രവർത്തനത്തെ ബാധിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. 2016 മാർച്ച് 10-നാണ് വിക്ഷേപിച്ചത്. 10 വർഷമായിരുന്നു ആയുസ്. അതേസമയം തകരാർ സാമൂഹ്യ ആപ്ലിക്കേഷനുകൾക്കുള്ള വൺ വേ ബ്രോഡ്കാസ്റ്റ് മെസ്സേജിംഗ് സേവനങ്ങളെ ബാധിക്കില്ലെന്ന് ഇസ്രോ അറിയിച്ചു. ഉപഗ്രഹത്തിലെ മറ്റ് 2 അറ്റോമിക് ക്ലോക്കുകൾ നേരത്തെ തകരാറിലായിരുന്നു. നാവിക് സിസ്റ്റത്തിനായി ISRO 2013 ജൂലൈ മുതൽ വിക്ഷേപിച്ച 11 ഉപഗ്രഹങ്ങളിൽ 6 അറ്റോമിക് ക്ലോക്കുകളുടെ തകരാർ മൂലം പരാജയപ്പെട്ടിരുന്നു. ഒന്ന് ഡീകമ്മീഷൻ ചെയ്തു. IRNSS B1, IRNSS L1, IRNSS J1 എന്നിവയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങൾക്കും റെയിൽവേ, സൈന്യം എന്നിവയ്ക്കുമുള്ള നാവിഗേഷൻ സേവനങ്ങൾ ലഭിക്കാൻ 4 ഉപഗ്രഹങ്ങളും പ്രവർത്തിക്കേണ്ടതുണ്ട്. IRNSS ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് ട്രെയിനുകളുടെ സ്ഥാനം തത്സമയം അറിയാനാവുക. ഏകദേശം 8700 ട്രെയിനുകളിൽ നാവിക് സംവിധാനമുണ്ട്. നിലവിൽ ഗതിനിർണയത്തിന് ആവശ്യമായ 4 ഉപഗ്രഹങ്ങളിൽ 3 മാത്രമേ സജീവമായി പ്രവർത്തിക്കുന്നുള്ളൂ എന്നത് നാവികിന്റെ കാര്യക്ഷമതയെ ബാധിച്ചേക്കാം.